ഹല്ലേലൂയ 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 യേശുവേ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിക്ക് സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം 3 തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ സാധാരണ ലെവലിൽ വിശ്വാസം ഒരു തരത്തിലാണ് മനുഷ്യർ പൊതുവെ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയാണത്? പ്രാർത്ഥനയായിട്ട്. ഉടമ്പടിയിൽ വരുമ്പോൾ വിശ്വാസം 3 തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്: പ്രാർത്ഥന, പ്രയോഗം, പിന്നെ പ്രഖ്യാപനം. പ്രയോഗത്തിന് ബൈബിളിൽ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട്. വളരെ സൈലൻ്റായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കായ രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. അവളൊരു അക്ഷരം, ഹീസ് നോട്ട് അട്ടറിങ് എ സിംഗിൾ വേർഡ്, ഒരക്ഷരം പറയണില്ല. പക്ഷേ വിശ്വാസം അത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ആക്ഷനിൽ, പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട്, ഉള്ളിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 8:48 വായിച്ചേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 8:48. ലൂക്ക 8:48. അവൻ അവളോട് പറഞ്ഞു മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. അപ്പോൾ അവളെ രക്ഷിച്ചത് എന്താണ്? അവളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ട് ആളിനെ. പക്ഷേ ഹീസ് നോട്ട് പ്രേയിങ്, ഒന്നും ചെയ്യണില്ല, ആൾ പ്രാർത്ഥിക്കണില്ല. പിന്നെ അവൾ എന്താണ് ചെയ്തത്? വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? അത് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. മത്തായി 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. മത്തായി 9:21 പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ വിചാരിച്ചിരിക്കുകയാണ്, പുറത്ത് പറയുന്നില്ല, ശബ്ദമില്ല. അതിനെ ഒരു വിചാരം മാത്രമായി. വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളത് പ്രകടിപ്പിക്കണ കാണാം. 8:46 എടുത്ത് ലൂക്കാ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 8:46. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത്? ശക്തി. അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം? ആരോ എന്നെ സ്പർശിച്ചു.
ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം. ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം, ശരീരത്തെ സ്പർശിക്കാം, ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം. ഇത് എല്ലാം ഇതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ ഒരു വിധവ ചില്ലിക്കാശിട്ടില്ലേ, ആ ഒരു വിധവ ശ്രീഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കണ സമയത്തൊരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ ഒരു ചില്ലി തൊട്ടിട്ട് അപ്പോഴേ ഈശോ എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? എല്ലാവരെയും കൂടുതലായി അവളെ നിക്ഷേപിച്ചിരിക്കുന്നു. ലൂക്ക 21 2-3 തിരുവചനങ്ങൾ. ലൂക്ക 21:2-3. ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ആ വിധവ ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല, പിന്നെ എവിടെയാണ് സ്പർശിക്കണത്? ഹൃദയത്തെ, മനസ്സിനെ സ്പർശിക്കുക. നമ്മുടെ ചില പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കണത്? മനസ്സിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശോനെ എവിടെയാണ് സ്പർശിക്കുന്നത്? മനസ്സിലാണ്. അതെപ്പോഴും അറിയണം. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം. നല്ല സൂപ്പർ സാക്ഷിയാണ്. എല്ലാ സാക്ഷ്യങ്ങളും സൂപ്പറാണ്. ചില സാക്ഷ്യത്തിന് ചില പെക്കൂലിയർ ഫീച്ചേഴ്സ് ഉണ്ടാവും. അഖിൽ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കൻ വിസ റിജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ കോൾ ഫോർ ചെയ്യണത്, ഒരു ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യണത് 6 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവന് ഇമെയിൽ വരും വിസ ഇൻ്റർവ്യൂവിന്. അത്രയും സ്പീഡാണ്. ടൈം ഷോർട്ടനിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ടൈം ഷോർട്ടനിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ കിട്ടുന്നതിന് നിയമപരമായിട്ട് നിങ്ങൾക്കറിയാം, റിജക്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും തലയെ കൈ വെച്ചുകൊണ്ട് നടക്കേ ഉള്ളൂ. കാര്യം ഒരിക്കലും അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടൺ ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങൾ അവരാ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി. അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ്? അഖിൽ ജോസഫിന് മനസ്സിലായ ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത. അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം. ഫയല് അമ്മയെ ഏൽപ്പിക്കുന്നത് തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ആ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാതെ പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോട്ടിന് സമയച്ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാൾ അങ്ങോട്ട് വിളിക്കും ഇൻ്റർവ്യൂവിനെ. ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും. പിന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതായത് അമ്മ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട്, അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. അത് ശരി, നിങ്ങൾ വിചാരിക്കുക സ്വാഭാവികമായിട്ട് വിളിച്ചതായിരിക്കും. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. ഇങ്ങനെയാണ് ഈ പൊട്ട മനുഷ്യർക്ക് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒന്ന് നോട്ട് ബൈ മിനിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത്. 2 ടൈം ഷോർട്ടറിങ് ഉണ്ടാവും, പിന്നെ ലൈറ്റ് ബൈൻഡിങ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ 4 ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റാണെന്ന്, ഉടമ്പടിയുടെ ഇഫക്റ്റാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണത്? നോട്ട് ബൈ മെറിറ്റ്, അതായത് നമ്മുടെ യോഗ്യതയില്ല, പക്ഷേ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു. പിന്നെ എന്താ? ടൈം ഷോർട്ടനിങ്, നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയച്ചുരുക്കം പ്രാപിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ഈ ലൈനിൽ നിൽക്കണം, നമ്മളല്ല. നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും. ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങിയില്ല. നമുക്ക് ഉടമ്പടിന് ശേഷം
നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് പണ്ട് ഒരു 6 മാസം കൂടുമ്പോൾ 2-3 സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴ് ആഴ്ചയിൽ ഒരു ദിവസം 1-2 വെച്ച് എല്ലാ ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നി എന്നാ സഞ്ചാരി മാതാവ് നിങ്ങൾക്കറിയാമല്ലോ. അത് നമ്മളെ കൃപാസനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ്? വാഗ്ദാന പേടകമാണ്. നമ്മൾ ലുത്തീനിയയിലുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പക്ഷെ ലോകത്തിലോടൊന്നും വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ്, വടച്ചുരുക്കി. ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമോ മറ്റോ ഉണ്ട്. അത് ഈ രീതിയിലല്ല, ഇല്ലെന്ന് തന്നെ പറയാം. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കുന്നത് വാഗ്ദാന പേടകത്തിലാണ്. അങ്ങനെയാണ് മനസ്സിലായത് കൃപാസനത്തിലെ അമ്മ വെളിവാകപ്പെട്ടിരിക്കുന്നത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ്. വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി, അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 15:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. That's okay. നിങ്ങളൊന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്യണം. പക്ഷെ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കുന്നത്, എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം. ഞാനിപ്പോഴേ ഇവിടെ അല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കും. കാര്യം യൂത്തിനെ അവർ ഇപ്പോൾ IELTS, MOH, HAD, PSC, UPSC ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനെയായാലും 10-30 കുട്ടികൾ ഒരു ദിവസം ഉടമ്പടി അച്ഛനെ കാണാൻ വരും. അപ്പം ഞാൻ ബൾക്കായിട്ട് അവരോട് സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും. കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റണ ഒരു അബദ്ധം അതാണ്. ദൈവം നമുക്ക് കൃപ തരാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഓട്ടക്കുടത്തിൽ നമ്മൾ വെള്ളം കുരത്തില്ലേ, ഓട്ടക്കുടത്തിൽ വെള്ളം. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ. ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറയും നീ പാത്രം മാറ്റാൻ പറയും ഇല്ലേ. അതുപോലെ കൃപ നിങ്ങൾക്ക് തരുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം, ദൈവം പാത്രം തന്നെയാണ് വിളിക്കണത്. ദൈവം നമ്മുടെ വ്യക്തിയെ, ആത്മാവിനെ, നമ്മുടെ നേച്ചറിനെ നമുക്കറിയാം കൃപ എന്താണ്? ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. നമ്മുടെ പ്രകൃതിയിലാണ്. നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ്. നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും. സുവിശേഷ വിഹിതമായിട്ട് നമ്മൾക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല. പഴയ ആളായിട്ട് നിങ്ങൾ പഴയ ഇരിക്കുക. ഇപ്പോൾ പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ലൈംഗിക സൂക്ഷ്മതക്കുറവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നേച്ചർ, പഴയ നേച്ചർ തന്നെ, ലോകാരൂപിയുടെ നേച്ചർ, ജഡത്വമാണ്. ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ. ഞങ്ങൾ നിങ്ങളോട് മദ്യപാനം ഉപേക്ഷിക്കണമെന്നൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി. ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ, 100 മേനിക്ക് അയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും. കാര്യം ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചറാണ്. നേച്ചർ എന്ന് വെച്ചാൽ
കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത്. പ്രകൃതിയോ, വാട്ട് ഈസ് നേച്ചർ, ദാറ്റ് ഈസ് ഹാബിറ്റ്സ്. ഒരു നേച്ചറിൻ്റെ ഒരു ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സാണ് നേച്ചറായിട്ട് വരുന്നത്. നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ ഹാബിറ്റ്സ് എന്ന് പറയും. അത് മോശം ശീലങ്ങളാണെങ്കിൽ ദുശ്ശീലങ്ങളാണെന്ന് പറയും. ഇപ്പം ദുശ്ശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ്. അപ്പം എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ, ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ്. റെക്കർ ചെയ്യുന്ന, ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ്? നിങ്ങൾക്ക് ഇത് റെക്കർ ചെയ്യുന്ന, വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല, ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി പ്രകാരം കൃപ ആർജിക്കാൻ ആവശ്യമായ ഒരു നേച്ചർ പ്രകൃതി എന്നിൽ സംജാതമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങ് പരുവപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി.